നമുക്ക് ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള അതുപോലെ തന്നെ മാർക്കറ്റിൽ നല്ല വില കിട്ടണ കുരുമുളക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ തോട്ടത്തിലെ കുരുമുളക് പൊട്ടിച്ചെടുത്തതിനത് അപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായതിന് ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് നട്ട് കുരുമുളക് ഉണ്ടാവുന്ന ഒരു വിധം ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് പൊട്ടിച്ചതിന്. അപ്പോൾ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പം ചെയ്യണത്. അതായത് നല്ല ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ പൂപ്പിലൊക്കെ ഒന്നും വരാണ്ട് നല്ല ഭംഗിയിൽ കുരുമുളക് ഇരിക്കും. എങ്ങനെയാണ് അങ്ങനത്തെ ഒരു കളർ കിട്ടാനും നല്ല കേടൊന്നും കൂടാതെ ഫംഗസ് ഒന്നും വരാണ്ട് പൊടിഞ്ഞു പോക്കലുണ്ടല്ലോ അതൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് കുരുമുളക് പോലെ, അതായത് ഉണക്കിയിട്ട് നല്ല കുരുമുളക് പോലെ ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണത്. അപ്പോൾ ഇത് നല്ല ഇനം കുരുമുളകിന് കണ്ട അപ്പോൾ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉരിഞ്ഞെടുക്കാം. പിന്നെ അല്ലെങ്കിൽ നമ്മളൊരു ചണച്ചാക്കിലിട്ടൊന്ന് മെതിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ ഉരിഞ്ഞെടുക്കുന്നത് എനിക്ക് നന്നായി തോന്നിയത്. കുറേ ഉണ്ടെങ്കിലാണ് നമ്മൾ ചണച്ചാക്കിലിട്ടിട്ടൊന്ന് ചവിട്ടിയെടുക്കേണ്ടത്. ഇപ്പം അത്ര അധികം ഇല്ല, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മണികൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഉതിർന്ന് കിട്ടും. അല്ലെങ്കിൽ പിന്നെ കുറേ ഉണ്ടെങ്കിൽ നമ്മളൊരു ചണച്ചാക്ക് ഇട്ടിട്ട് ഈ തിരിയൊക്കെ പൊട്ടിച്ചൊന്ന് മൂടിയിടുക. മൂടിയിട്ട് കഴിഞ്ഞാൽ ഒരു പുഴുക്കം വരില്ല, അതോട് കൂടിയിട്ട് ഉണങ്ങാൻ സുഖമാണ്. വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മണി തിരിയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ എപ്പോഴാണ് ഈ കുരുമുളക് പൊട്ടിക്കണത് പാകമാവണത് അറിയാന്ന് വെച്ചാൽ നമ്മുടെ ഒരു തിരിയിൽ ഈ മണികളിൽ ചിലത് പഴുത്ത് നിൽക്കണ കാണാം. ഇത് കണ്ട് ഇപ്പോൾ ഒരു തിരിയണത്, അപ്പോൾ ഇതിൽ കണ്ടില്ലേ പഴുത്ത് നിൽക്കണത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പഴുത്താൽ തന്നെ നമുക്കറിയാം ഏതാണ്ട് കുരുമുളക് പാകമായിട്ടുണ്ടെന്ന്. അപ്പോൾ വേണം നമ്മൾ പൊട്ടിക്കാനായിട്ട്. പഴുത്ത കുരുമുളകൊക്കെ നമ്മൾ ചവിട്ടിയെ മെതിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി പോയി വൃത്തികേടാവും. അതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല പച്ചപ്പുള്ളത് നോക്കിയിട്ട് വേണം ചവിട്ടി മെതിക്കാൻ. അത് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ പഴുത്തതൊക്കെ ഇങ്ങനെ ചതഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ കുരുമുളകും ഇങ്ങനെ മണി തിരിച്ചിടാം. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകൊക്കെ ഇങ്ങനെ മുന്നേ തന്നെ തിരിച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ കൈമ ചെറുതായിട്ടൊരു കറ വരും. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം നമ്മളിത് നല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാം. ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കരുത്. നമ്മൾ തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഉണക്കി എടുക്കാനായിട്ട്. അങ്ങനെ ചെയ്ത കുരുമുളക് മാത്രം നല്ല ഡാർക്ക് കളറായിട്ട് ഇരിക്കുള്ളൂ, കറുത്ത കുരുമുളകായിട്ട്. അപ്പം നമുക്ക് മാർക്കറ്റിൽ നല്ല വിലയും കിട്ടും, കുറേ കാലം കേടുകൂടാതെ ഇരിക്കും ചെയ്യും. പൂപ്പലൊന്നും വരാണ്ട് നല്ല കുരുമുളകായിട്ടിരിക്കും. അപ്പം നമ്മളൊരു വട്ടപാത്രത്തിൽ കുരുമുളക് എത്രത്തോളം കൊള്ളോ അതിനനുസരിച്ചുള്ളൊരു പാത്രം എടുത്ത്, ഞാൻ പിട്ടിലി പാത്രമാണ് എടുത്തുള്ളത്, അതിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് കുരുമുളക് ഇടാം. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കണ്ട. അപ്പോൾ നമ്മൾ തിരിച്ചു വെച്ച കുരുമുളക് മണികളൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർക്കാം. ഇങ്ങനെ ചെയ്താലാണ് കുരുമുളക് നല്ല കറുത്ത കളറിലും അത് കേടില്ലാണ്ടും ഇരിക്കാറ്. ഡയറക്റ്റായിട്ട് നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ അത്രയും കൂടെ നന്നാവില്ല. ഇതൊന്ന് ഇളക്കാം. 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അഴുക്കും പോവും. അതുപോലെ തന്നെ ഇതിങ്ങനെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല വില കിട്ടും. അതുപോലെ തന്നെ കുറേ കാലം കേടില്ലാണ്ടിരിക്കും ചെയ്യും. ഈ ചെറിയ മണികളൊക്കെ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞ് ചേറിക്കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പാറ്റിക്കഴിഞ്ഞാൽ അത് പോണതാണ്. ഒന്ന് 2 മിനിറ്റ് ഇതൊന്ന് തിളച്ചെടുക്കാം. അപ്പം നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് 2 മിനിറ്റ് മുങ്ങിക്കിടുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് തള വരുന്നുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തേക്ക് കോരിടാം. വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരട്ടെ. ഇത്രയും ആവശ്യമുള്ളൂ. ഇനി ഉണക്കി കഴിഞ്ഞാലാണ് കുരുമുളക് നല്ല കളറിൽ കിട്ടാം. നമുക്ക് ഇതൊന്ന് വെള്ളം വാർന്നതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. കുരുമുളക് അധികം ഉണ്ടെങ്കിൽ നമുക്ക് ചെമ്പിലൊക്കെ ഇട്ട് ചെയ്യാം. ഇപ്പം അത്ര അധികം കുരുമുളക് ഇല്ലല്ലോ, നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന കുരുമുളകല്ല. അപ്പം പിന്നെ നമുക്കിങ്ങനെ കൈ കൊണ്ട് തിരിച്ചൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അധികമാകുമ്പോൾ നമുക്കത് പറ്റില്ല. അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ വെള്ളം വാരാനായിട്ട് നമ്മളൊരു അരിപ്പപ്പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് നല്ല വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുരുമുളകിലെ വെള്ളമൊക്കെ വാർന്നുണ്ട് കണ്ട. നല്ല കളർ തന്നെ ഇപ്പോൾ തന്നെ ഒരു ചെറിയൊരു ബ്ലാക്കിക്ക് കിടന്നുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെക്കാം. നല്ല വെയിൽ പൊളിച്ചാൽ നന്നായിട്ട് കേടുകൂടാതിരിക്കും. അതുപോലെ ചാക്കിലിട്ട്
നമുക്കിതുപോലെ, ഇതിപ്പോൾ കുറച്ചുള്ള കാരണം വളരെ കംഫർട്ടാണ്, കുറേ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബുദ്ധിമുട്ട്. ഇതുപോലെ ഇങ്ങനെ പരത്തി നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പം നമ്മൾ 3 ദിവസം നല്ല വെയിൽ കൊണ്ടു. അപ്പം നമ്മുടെ കുരുമുളകൊക്കെ കണ്ട വളരെ നല്ല കറുപ്പ കളറായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കുരുമുളക് ഉണക്കി കഴിഞ്ഞാൽ വളരെയധികം കാലം കേടില്ലാണ്ടിരിക്കും. അതുപോലെ മാർക്കറ്റിൽ കൊടുക്കാനെന്ന് വെച്ചാൽ നല്ല വില കിട്ടും ചെയ്യും. നമ്മൾ 3 ദിവസം മുന്നിട്ട് കുരുമുളക് ഉണങ്ങി വരുമ്പോൾ എത്രയാവും? ക്വാണ്ടിറ്റി വളരെയധികം കുറയും ഇട്ടാൽ നമ്മൾ ഉണങ്ങി വരുമ്പോൾ ഏത് സാധനമായാലും കുറയുമല്ലോ. അപ്പം അങ്ങനെ ഇത്രയായിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള കുരുമുളകും കൂടി പൊട്ടിച്ച് നമ്മൾ ഇതുപോലെ തന്നെ മണി തിരിച്ച് ചൂടുവെള്ളത്തിലിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചെടിയുമെന്ന് തന്നെ കുറ്റി കുരുമുളകുമെന്ന് കിട്ടിയ കുരുമുളകിന് ഇത്ര. അപ്പോൾ നമുക്ക് അത്യാവശ്യം വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഒരു ചെടിയുമെന്ന് തന്നെ നമുക്ക് ഇത്രയധികം കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ബ്ലാക്ക് കളറായി. അതുപോലെ തന്നെ വീട്ടിൽ ഫംഗസാ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊന്നും വരാണ്ട് കുറേ കാലം ഇരിക്കും ഇതുപോലെ നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കി എടുത്തു കഴിഞ്ഞ്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ മുറത്തേക്ക് ഒന്ന് ഇടാം, എന്നിട്ടൊന്ന് ചേരെടുക്കാനായിട്ട്. ഇതിൽ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മാറ്റാട്ടാ, അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ കിടക്കും. ഇത് ചെറിയ ചെറിയ ഞാരുകളൊക്കെ ഉണങ്ങാട്ടെ ഇപ്പോൾ വീണലീനത്. അങ്ങനെ ഇതുപോലെ ഒന്ന് പാറ്റിയെടുക്കുക. അപ്പം നമ്മുടെ കണ്ട ഈ തുമ്പത്തൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കുരുമുളകിൻ്റെ അഴുക്കല്ല, ഇത് നമുക്ക് ഇങ്ങനെ ഈ ചേറിക്കളയാം. അപ്പോഴാണ് നമ്മുടെ നല്ല കുരുമുളക് കിട്ടുക. ഒരു 3 ദിവസം ഉണക്കിയാൽ മതി, ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല ചില്ല് കുപ്പിയിൽ നമുക്ക് അടച്ചു വയ്ക്കാം, നല്ല ടൈറ്റായിട്ട് എടുത്ത് വയ്ക്കാം. വീട്ടിൽ തന്നെ ഒരു കുരുമുളക് തൈയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുരുമുളകൊക്കെ കിട്ടും. ചെടിച്ചട്ടിയിലും വളർത്താൻ പറ്റും, ഫ്ലാറ്റിലുള്ളവർക്ക് വരെ വളർത്താൻ പറ്റും. അപ്പം നമ്മുടെ കുരുമുളക് ഇതുപോലെ നല്ല ചില്ലുള്ള കുപ്പിയിൽ അടച്ചു വെക്കാം. വീട്ടിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കുമ്പോൾ നല്ലത് കിട്ടും. വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് അത്രയും കൂടെ നല്ല ക്വാളിറ്റി കിട്ടിയെന്ന് വരില്ല. ഇത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഇതുപോലെ നമ്മൾ കുരുമുളക് ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിലായാലും നമുക്ക് നല്ല വില കിട്ടും.